കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിന്നും പ്രധാന പങ്കാളിയായ ടീകോമിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ വൻ അഴിമതി എന്ന പ്രതിപക്ഷം. അഴിമതിക്കും ഭൂമി കച്ചവടത്തിനുമുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിൽ എന്നാണ് ആരോപണം. കരാർ ലംഘനം നടത്തിയ കമ്പനിക്ക് എന്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് എടുക്കുന്നത്? ദുരൂഹതകളുണ്ട്, ഇതിൽ ദുരൂഹതയുണ്ട്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിൻ്റെ പുറകിൽ. ഭൂമി കച്ചവടം. ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനം വാഗ്ദാന ലംഘനം നടത്തുകയും കരാർ ലംഘനം നടത്തുകയും ചെയ്ത ടീകോം എന്ന് പറയുന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റിയാണ് ഗവൺമെൻറ് തീരുമാനിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. ഇതൊരു വൻ അഴിമതി അല്ലെങ്കിൽ പിന്നെ എന്താണ് കേരളത്തിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? അതേസമയം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടീകോം നേരത്തെ കത്ത് നൽകിയിരുന്നുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ ഭൂമിയുടെ ആവശ്യമുണ്ടെന്നും 100-ലേറെ കമ്പനികൾ കാത്തു നിൽക്കുകയാണെന്നും മന്ത്രി മറുപടി പറയുകയാണ്. ടീകോം കുറേ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ഇൻഫോ പാർക്കിൻ്റെ ഏകദേശം മുഴുവനായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ലാൻഡ് പൂളിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ 100-ലധികം കമ്പനികളുടെ ഡിമാൻഡ് തന്നെ കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ പിന്നീട് അവർ ദുബായിക്ക് പുറത്തുള്ള അത്തരം ഡെവലപ്മെൻറ്റുകൾ കുറേ കാലമായി നടത്തുന്നില്ല. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മൾ ആ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാണ് സ്മാർട്ട് സിറ്റി. അത് ആ സ്വപ്നത്തിൻ്റെ എവിടെയും എങ്ങും എത്തിയില്ല, അത് നിർത്തിപ്പോകുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കമ്പനി ഇങ്ങോട്ടേക്ക് സർക്കാരിലേക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. ഇതെന്തുകൊണ്ടാണ് ഈ സർക്കാർ അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്നാണ് പ്രതിപക്ഷ ചോദ്യം. അതിൻ്റെ ഉത്തരം ഇനിയും വന്നിട്ടുമില്ല.